ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നായക താരങ്ങളുടെ പുറത്തുവന്ന പട്ടികയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. മെയ് മാസത്തിലെയും റിപ്പോർട്ട് പ്രകാരം പ്രഭാസ് തന്നെയാണ് താരങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത്. വിജയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. പ്രമുഖ എന്റർടൈൻമെന്റ് അനലിസ്റ്റുകളായ ഓർമാക്സ് മീഡിയയാണ് മെയ് മാസത്തിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള നായക താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. 10 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ബോളിവുഡിനെയും മറികടന്ന് തെന്നിന്ത്യ മുൻനിര താരങ്ങളായി മാറുന്നു എന്നതാണ് പട്ടികയുടെ പ്രത്യേകത. സിനിമകൾക്ക് പുറമെ സാമൂഹ്യ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നത് തെന്നിന്ത്യൻ താരങ്ങളുടെ ജനപ്രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വാർത്തകളിലും നിറഞ്ഞു നിൽക്കാൻ തെന്നിന്ത്യൻ താരങ്ങൾക്കാകുന്നുണ്ട്. ബോളിവുഡ് നായകന്മാർ സിനിമയുടെ തിയേറ്റർ റിലീസ് സമയത്ത് മാത്രമാണ് വാർത്തകളിൽ താരതമ്യേന നടപ്പുകാലത്ത് ഇടം നേടാറുള്ളത്. സിനിമകൾ നിരന്തരം ചെയ്യുന്നില്ല താനും. തെന്നിന്ത്യയിൽ നിന്ന് പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ഉണ്ടാവുകയും വലിയ കളക്ഷൻ നേടുകയും വിജയമാവുകയും ചെയ്യുന്നതും ജനപ്രീതിയിൽ ഒന്നാമതെത്താൻ പ്രത്യേകിച്ച് പ്രഭാസിന് സഹായകരമാകുന്നുണ്ട്. വിജയ് ആകട്ടെ സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിലും സജീവമാണ്. ജനനായകനാണ് വിജയ് നായകനായി ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. രാഷ്ട്രീയത്തിൽ സജീവമായതിനെ തുടർന്ന് ജനനായകനായതോടെ സിനിമ മതിയാക്കാനാണ് വിജയ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ജനനായകൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നതും താരത്തിന് ജനപ്രീതിയിൽ മുന്നിലെത്താൻ സഹായകരമായിട്ടുണ്ടെന്നാണ് നിഗമനം. ബോളിവുഡിന്റെ പ്രിയതാരം ഷാരൂഖ് ഖാനാണ് ജനപ്രീതിയിൽ മൂന്നാമത് നിൽക്കുന്നത്. നേരത്തെ ഒന്നാം സ്ഥാനത്തെത്താൻ ഷാരൂഖിന് കഴിഞ്ഞിട്ടുണ്ട്. അല്ലു അർജുനാണ് 4-ാം സ്ഥാനത്തുള്ളത്. തൊട്ടുപിന്നിൽ തന്നെ അജിത് കുമാറുമുണ്ട്. മഹേഷ് ബാബു, ജൂനിയർ NTR, രാം ചരൺ, അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ള നായക താരങ്ങളുടെ യഥാക്രമം. രജനീകാന്തിന് പട്ടികയിൽ ഇടം നേടാനായിട്ടില്ല എന്നതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോളിവുഡിലെ യുവതാരങ്ങൾക്കും പട്ടികയിൽ ഇടമില്ലാത്തത് ശ്രദ്ധേയമാവുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.